സവാദ് എന്ന് പറയുന്ന ഒരു പൊന്നുമകന്റെ കഥ പ്രിയമുള്ള മുഅ്മിനീങ്ങളെ കിതാബുർ റൂഹ് എന്ന് പറയുന്ന ചരിത്ര ഗ്രന്ഥത്തിൽ അവിടുന്ന് ഉല്ലേഖനം ചെയ്യുകയാണ്. ഉമ്മയോടുള്ള അളവറ്റ സ്നേഹം പ്രതിപാദിക്കുന്ന വിഷയത്തില്, ഉമ്മയോടുള്ള കാരുണ്യം കാണിക്കുന്ന വിഷയത്തില്, ഉമ്മയോടുള്ള സ്നേഹപ്രകടനത്തിന്റെ വിഷയത്തിൽ ഏറ്റവും കൂടുതലും മുൻപന്തിയിൽ നിന്ന ഒരു ചെറുപ്പക്കാരനാണ് സവാദ് എന്ന് പറയുന്ന പൊന്നുമോൻ. അവന്റെ ഉമ്മ അതാ മരണപ്പെടുന്ന സന്ദർഭത്തിൽ ഒരുപാട് വേദനകളും ഒരുപാട് ദുഃഖങ്ങളും മനോപകരങ്ങളിൽ പേറിക്കൊണ്ട് ആ പ്രിയപ്പെട്ട മകൻ ഉമ്മയുടെ ഖബറിലേക്ക് കടന്നുപോയി പൊട്ടിക്കരയുമായിരുന്നുവെന്ന ചരിത്രങ്ങൾ അവിടുന്ന് പഠിപ്പിക്കുകയാണ്. ആ പുന്നാര ഉമ്മ ഈ ലോകത്തോട് വിട പറയുന്നതിന് മുന്നാലെ അല്ലാഹുവിലേക്ക് ഇരു കരങ്ങളും ഉയർത്തിക്കൊണ്ട് ദുആ ഇരക്കുകയാണ്. ഈ ദുനിയാവിൽ ഒരുപാട് അനുഗ്രഹങ്ങള്, ഒരുപാട് കാരുണ്യങ്ങൾ റബ്ബേ നീ എന്റെ ജീവിതത്തിൽ നൽകിയിട്ടുണ്ട്. നീ എന്നെ കൈവിട്ടിട്ടില്ല. ഈ ദുനിയാവിൽ എന്നെ സംരക്ഷിച്ചതുപോലെ നാളെ ഞാൻ ചെന്ന് കിടക്കേണ്ടതായ ഖബറിലും എനിക്ക് നീ സംരക്ഷണം നൽകണേ അല്ലാ എന്ന് പൊട്ടിക്കരയുന്ന ഉമ്മായുടെ രംഗം ആ പ്രിയപ്പെട്ട മകന്റെ കൽഭകങ്ങളിൽ ഇങ്ങനെ കടന്നു വരികയാണ്. ആ മകന്റെ കണ്ണുനീർ തുള്ളികൾ കൊണ്ട് ഉമ്മയുടെ ഖബറിന്റെ മുകളിലുള്ള മണ്ണങ്ങ് നനയുകയാണ്. പ്രിയമുള്ള മുഅ്മിനീങ്ങളെ, സമയം കിട്ടുമ്പോഴെല്ലാം ആ സവാദ് എന്ന് പറയുന്ന പൊന്നുമകന് മരണപ്പെട്ടു പോയ ഉമ്മാടെ ഖബർ ഇവിടുന്ന് സിയാറത്ത് ചെയ്യാറുണ്ടായിരുന്നു എന്ന് ചരിത്രങ്ങളിൽ കാണാൻ സാധിക്കുകയാണ്. അങ്ങനെ സവാദ് ഒരു ദിവസം കിടന്നുറങ്ങുന്ന സന്ദർഭത്തിൽ പൊന്നാര ഉമ്മ സ്വപ്നത്തിൽ കടന്നു വന്നുകൊണ്ട് പറയുകയാണ്, മോനെ, അല്ലാഹു സുബ്ഹാനഹു വ തആല എന്റെ ഖബറിൽ അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ സഹായങ്ങൾ കടന്നു വരുന്നുണ്ട്. സ്വർഗത്തിന്റെ പട്ടുടയാടകള്, സ്വർഗത്തിന്റെ സന്തോഷങ്ങള്, സ്വർഗത്തിന്റെ വിരിപ്പുകളെല്ലാം അല്ലാഹു സുബ്ഹാനഹു വ തആല എനിക്ക് തരുന്നുണ്ട്. ആ മോനോട് ഉമ്മ പറയുന്ന ഒരു കാര്യമുണ്ട് മുഅ്മിനീങ്ങളെ, മരണത്തിന്റെ വേദന വല്ലാത്ത വേദനയാണ്. മരണത്തിന്റെ വേദന വല്ലാത്ത വേദനയാണ്. അതൊന്ന് മാറ്റി നിർത്തിയാൽ ബാക്കി മുഴുവനും സന്തോഷമാണ് സവാദേ എന്ന് ആ പൊന്നുമ്മ പറഞ്ഞപ്പോൾ സവാദ് അവിടുന്ന് വല്ലാതെ വിഷമം ആ സവാദിന്റെ മനസ്സിൽ കടന്നു വരികയാണ്. എന്നിട്ടുമ്മ പറയുന്നൊരു കാര്യമുണ്ട്, പൊന്നുമോനെ, നീ ഇപ്പോൾ ചെയ്യുന്ന സിയാറത്തുണ്ടല്ലോ, അത് നിന്റെ ജീവിതത്തിൽ നീ മുടക്കല്ല. നമ്മൾ മരണപ്പെട്ടു പോയ പ്രിയപ്പെട്ട മാതാപിതാക്കൾക്ക് വേണ്ടി, ബന്ധുമിത്രാദികൾക്ക് വേണ്ടി ചെയ്യുന്ന ഹദിയ ചെയ്യുന്ന ഖുർആനുകൾ, ഹദിയ ചെയ്യുന്ന സ്വതക്കകൾ, അതുപോലെ തന്നെ അവരുടെ ഖബറിടങ്ങളിലേക്ക് കടന്നു ചെന്നുകൊണ്ട് അവർക്ക് വേണ്ടി ഫാത്തിഹ ഓതി യാസീൻ ഓതി ഹദിയ ചെയ്യുന്ന സിയാറത്തുകൾ അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരുപാട് പ്രതിഫലം ലഭിക്കുന്നതായ കാര്യമാണെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പരിശുദ്ധമാകുന്ന ഹദീസിന്റെ ഗ്രന്ഥങ്ങളിലൂടെ അവിടുന്ന് പഠിപ്പിക്കുകയാണ്. എന്റെ പ്രിയമുള്ള മുഅ്മിനീങ്ങളെ, നമുക്കറിയാമല്ലോ മൈക്കിൾ ജാക്സൺ ലോകത്ത് മുഴുവനും ഡാൻസിന്റെ പേരിലുള്ള ഒരുപാട് ആരാധകരെ സമ്പാദിച്ച വ്യക്തിയാണ് മൈക്കിൾ ജാക്സൺ. 150ഓളം വരുന്ന വർഷം ഈ ഭൂമിലോകത്ത് ജീവിക്കണമെന്നുള്ള ദൃഢനിശ്ചയത്തോടുകൂടി, ആഗ്രഹത്തോടുകൂടി, താല്പര്യത്തോടുകൂടി ജീവിച്ചു മരിച്ചതായ ഒരാളാണ് മൈക്കിൾ ജാക്സൺ. അദ്ദേഹത്തിന്റെ ജീവിത ശൈലി, ജീവിതത്തിന്റെ ക്രമീകരണങ്ങളൊന്ന് പരിശോധിച്ചു നോക്കുകയാണെങ്കിൽ അയാള് കഴിക്കുന്ന ഫുഡ് ലാബിൽ കൊണ്ടുപോയി ടെസ്റ്റ് ചെയ്തിട്ട് ഒരു അണുമണി തൂക്കം പോലും അണുക്കളോ ബാക്ടീരിയയോ ഒന്നും ഇല്ല എന്ന് ഉറപ്പുവരുത്തിയതിന് ശേഷമാണ് ഭക്ഷണം കഴിക്കുന്നത്. അദ്ദേഹത്തിന്റെ ശരീരത്തിൽ എന്തെങ്കിലും അവയവങ്ങൾക്ക് കേടുപാടുണ്ടെങ്കിൽ ഉടൻ തന്നെ അവയവം ദാനം ചെയ്യാൻ വേണ്ടിയിട്ട് ആളുകൾ കടന്നു വരികയാണ്. അദ്ദേഹത്തിനതാ 14ഓളം വരുന്ന സ്പെഷ്യലിസ്റ്റുകളാകുന്ന ഡോക്ടറുകളുടെ സഹായം 24 മണിക്കൂറും ലഭ്യമാണ്. ഇത്രത്തോളം ഹൈ സെക്യൂരിറ്റിയോടുകൂടി, സുരക്ഷിതത്വത്തോടുകൂടി 150 വർഷത്തോളം ജീവിക്കണമെന്ന ആഗ്രഹത്തോടുകൂടി ജീവിച്ച ആ മൈക്കിൾ ജാക്സൺ 50 വർഷം പോലും തികച്ചു ജീവിക്കാൻ സാധിക്കാതെ ഈ ലോകത്തോട് വിട പറഞ്ഞു പോയിട്ടുണ്ടെങ്കിൽ എന്റെ പ്രിയമുള്ള മുഅ്മിനീങ്ങളെ, മരണമെന്ന് പറയുന്ന യഥാർത്ഥ അതിഥി നമ്മുടെ ജീവിതത്തിൽ ഏത് സമയം വേണമെങ്കിലും കടന്നു വരാം. ഒരു കാര്യമൊന്ന് പറയുകയാണ്,
അസ്രായീൽ അലൈഹിസ്സലാത്തു വസ്സലാം നമ്മുടെ റൂഹ് പിടിക്കാൻ വേണ്ടി കടന്നു വരുന്ന സന്ദർഭത്തിൽ ഒരു കാരണവശാലും നമ്മൾ തെറ്റ് ചെയ്യുന്ന ആളുകളാകാൻ പാടില്ല. അതായത് എന്തെങ്കിലും ഒരു സിനിമ കണ്ടുകൊണ്ടിരിക്കുമ്പോഴാണെങ്കിൽ, അല്ലെങ്കിൽ ഒരു സിനിമ പാട്ട് കേട്ടുകൊണ്ടിരിക്കുന്ന സന്ദർഭത്തിലാണെങ്കിൽ, അല്ലെങ്കിൽ ആരെങ്കിലും കുറിച്ച് ഫിത്നകളോ ഫസാദുകളോ ഇല്ലാത്ത കാര്യങ്ങളോ പറഞ്ഞു നടക്കുന്ന ആ സമയത്താണെങ്കിൽ അസ്രായീൽ കടന്നു വരുന്നത്, പ്രിയമുള്ള മുഅ്മിനീങ്ങളെ, ആ മരണം മുതല്, ഖബർ മുതല്, സിറാത്ത് മുതല്, മീസാൻ മുതൽ അവസാനം നരകത്തിലേക്ക് നമ്മൾ തള്ളപ്പെടുകയാണ്. അതുകൊണ്ടാണ് പറഞ്ഞത്, സൽക്കർമ്മങ്ങളിൽ എപ്പോഴും മനസ്സ് മുഖരിതമായിരിക്കണം. അല്ലാഹു സുബ്ഹാനഹു വ തആല നാമുമായി ബന്ധപ്പെട്ട ആളുകളുടെ എല്ലാവരുടെയും മരണം നല്ല റാഹത്താക്കി നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ.